ഞാൻ നാട് വിട്ട് പോകാൻ നിന്ന സമയത്താണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞൊരു പാട്ട് കയറി ഹിറ്റാവുന്നത്. അപ്പോൾ അത് വളരെ ആവശ്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം മാനദണ്ഡം വെച്ച് ഞാൻ ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിച്ച പടങ്ങളുണ്ട്. പിന്നീടാണ് എനിക്കതിനകത്ത് അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധമൊക്കെ വരുന്നതൊക്കെ അതിന് ശേഷമാണ്. ചിലപ്പം എൻ്റെ ക്യാരക്ടർ ഭയങ്കര അലവലാതി കഥാപാത്രമായിരിക്കാം, പക്ഷേ അതിനെ ഗ്ലോറിഫൈ ചെയ്യാത്തൊരു പടമാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് മൂവി. കുറേ പേരുടെ സ്വപ്നമാണ് സിനിമയിൽ എത്തുക എന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ എത്തിച്ചേരും. ചിലവരുടെ അധ്വാനമുണ്ട്, ചിലവരുടെ പ്രാർത്ഥനയുണ്ട്, ചിലവരുടെ ഒന്നുമില്ലാത്തപ്പോൾ സിനിമ കയ്യിൽ വരും, ചിലവർ ചുമ്മാ നടന്നു പോകുമ്പം. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലൂടെയാണ്. തമാശ പോലെ തന്നെ ഇപ്പോൾ കരിയറിലൊരു ഏറ്റവും എന്താ പറയുക ഒരു കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാവയില് നമ്മളെ പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ളൊരു ഇത്. അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റാർ കാസ്റ്റിന്റെ സാധനം പറയാം, പ്രയാഗയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ആളുകൾ ഇതേപോലെ ഏറ്റെടുത്തൊരു സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയില് എന്താ പറയാ ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത വിശേഷത്തേക്ക് വരുമ്പോ അത് ഇതേപോലെ എത്രത്തോളാണ് കോൺഫിഡന്റ് ആക്കുന്നത്? അങ്ങനെ ഒരു അതായത് ആ ഒരു ലക്ക് അവിടെ ഉണ്ട്, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ഇതൊന്നും വേണ്ട, നല്ല സാധനങ്ങളെ ആൾക്കാർ എടുക്കുന്നുള്ളത്. അപ്പൊ ഇവിടേക്ക് വരുമ്പോ അതിൽ എത്രത്തോളാണ് അത് തന്നെയാണ്. അതായത് നമ്മളൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്ന കാര്യം ഇങ്ങനൊരു സിനിമയുടെ ആവശ്യമുണ്ടോന്നാണ്. ആർക്കാണ് ഈ സിനിമ കാണാൻ താല്പര്യം, എന്തിനാണ് ഈ സിനിമ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമേ ഉള്ളൂ. അതിന് ഉത്തരമുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാം. അപ്പോൾ കമ്പോസ് ചെയ്യാൻ നേരത്ത് എൻ്റെ കരിയർ മാറ്റിയ വളരെ ഞാൻ ഈവൻ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട് വിട്ട് പോകാൻ നിന്ന സമയത്താണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞൊരു പാട്ട് കയറി ഹിറ്റാവുന്നത്. അപ്പോൾ അത് വളരെ ആവശ്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പം പിന്നീട് നോക്കുകയാണെങ്കിൽ ഇത് ആവശ്യമാണ്. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പോസറുടെ ഒക്കെ ആവശ്യമാണ്. ഒരു കാര്യം എന്തെങ്കിലും നമ്മൾ എന്താ പറയുക ഒരു പാചകം ചെയ്ത് എടുത്ത് അത് കറക്റ്റ് അളവിൽ കൊണ്ടുപോയി വച്ച് സ്വാദ് നോക്കുന്ന ആളുടെ മുഖത്ത് വരുന്നൊരു ചിരി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കാച്ചിക്കുറുക്കി എടുത്ത ഒരു സിനിമ തന്നെയാണ് വിശേഷം. അപ്പോൾ അതിനകത്ത് ആർട്ടിസ്റ്റും ഇതിനെക്കാട്ടൊക്കെ ഉപരി നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആൾക്കാർക്ക് കണക്റ്റ് ആവും, അവർക്ക് റിലേറ്റബിൾ ആവും, അവർക്ക് ഇഷ്ടമാവും. ഇതിൽ നമ്മൾ ഹ്യൂമറസ് ആയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതവർക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സൂപ്പർഫിഷ്യലായിട്ട് ഒന്നുമില്ല, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാട്ടുകളുടെ കാര്യത്തിൽ ആ ലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് വിശേഷത്തിൽ എനിക്ക് ആ ലക്ക് ഇനിയും അടിയും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം, ഒരു റൈറ്റർ ഒരു കഥ എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അത് തന്നെ ആയിരിക്കും കറക്റ്റ് ഡയറക്ടർ ആ ഒരു കഥ കേൾക്കുമ്പോൾ ആളുടെ മനസ്സിലും അതേപോലെ തന്നെ ആയിരിക്കും വരിക. അതൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും ചേഞ്ച് ആവില്ലേ എന്നൊരു സാധനം വരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവം. ഇതിലിപ്പോ എഴുതിയ ആ ഒരു കഥാപാത്രത്തിനെ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ അതേ ഒരു അളവിൽ തന്നെ അത് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റി, അത് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല സിനിമകളും നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റൊരാൾ അഭിനയിക്കുമ്പോൾ അയാളുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഷിജു എന്നാണ് അയാളുടെ പേര്, ഷിജു ഭക്തൻ. അയാളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അയാളൊരു ഓർഗാനിക് കർഷകനാണ്, ഇതെല്ലാമാണ്. അപ്പോൾ അയാളെനിക്കറിയാം, കാരണം ഞാനത് എഴുതിയത്. അയാൾ എങ്ങനെ പെരുമാറും, അയാൾ സജിതയായിട്ട് എങ്ങനെ പെരുമാറും, അയാൾ വീട്ടിലെങ്ങനെ പെരുമാറും, ചുറ്റുപാടുകളിൽ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അത് ഇനി ആൾക്കാർ കണ്ടിട്ട് വേണം പറയാൻ. ബട്ട് അത് ആക്ട് ചെയ്ത് നമ്മൾ വരുമ്പോൾ അത് നന്നായിട്ട് വർക്കായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അഭിനയിക്കാനും കൂടി അറിയാമെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവും. പക്ഷെ അതെനിക്കിപ്പോൾ അറിയില്ല, ആളുകൾ കാണണം, അഭിപ്രായം പറയണം. പക്ഷെ അയാൾ എനിക്ക് വളരെ പരിചിതമായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, മറ്റൊരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു വ്യൂ പോയിന്റ് അയാൾ ചിലപ്പോൾ കാണും. അതതിൻ്റെ ഗുണം തന്നെയാണ്. അതെപ്പോഴും പക്ഷെ അതിനകത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആക്ടിങ് വൈസ് ഈ ക്യാരക്ടറിനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, എഴുത്തെല്ലാം കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇതിന് ഇങ്ങനൊരു വഴിയുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്.
അപ്പോൾ ആ ആക്ടറുടെ പ്രോസസ്സ് അത് വേറെ തന്നെയാണ് എന്തായാലും, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ചിന്നു ചേച്ചി ഒരു സമയത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് ചെയ്യുക എന്നുള്ളൊരു സാധനം എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് തമാശയുടെ ടൈമിലായിരുന്നു അത്. ഒരു സ്റ്റാർട്ടിങ് ആണ് കരിയറിന്റെ. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു സാധനം എടുക്കുമ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്? ആ സമയത്ത് കാരണം എനിക്ക് സിനിമയെ കുറിച്ച് കേട്ടും അടുത്ത ഡയലോഗ് കുട്ടിക്ക് അത് ആക്ച്വലി ആ സമയത്ത്, കാരണം ഞാൻ സിനിമയിൽ പുതിയതായിട്ട് വന്ന ആളാണ്, എനിക്ക് സിനിമയെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. ഇപ്പോൾ ഉണ്ടെന്നല്ല, പക്ഷെ അന്ന് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വരുന്ന സിനിമകളെ എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകണമെന്ന് തീരുമാനിക്കണം എന്നൊക്കെ ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് കുറേ പടങ്ങൾ ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം മാനദണ്ഡം വെച്ച് ഞാൻ ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിച്ച പടങ്ങളുണ്ട്. പിന്നീടാണ് എനിക്കതിനകത്ത് അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധമൊക്കെ വരുന്നതൊക്കെ അതിന് ശേഷമാണ്. അത് ഇന്നും ഒരു മൂവി പിക്ക് ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ പിക്ക് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബോക്സിനകത്ത് കിടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ മൂവി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇന്നും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം എൻ്റെ ക്യാരക്ടർ ഭയങ്കര അലവലാതി കഥാപാത്രമായിരിക്കാം, പക്ഷേ അതിനെ ഗ്ലോറിഫൈ ചെയ്യാത്തൊരു പടമാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് മൂവി. അപ്പോൾ അങ്ങനത്തെ നല്ല പടങ്ങളുടെ ഭാഗമാകണമെന്ന് ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് പടങ്ങൾ എന്ന് വെച്ചാൽ അത് മാത്രമല്ല ചിന്തിക്കുന്നത് അല്ലേ. പാട്ട് എഴുതുമ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ട കാര്യമാണ്, ഞാൻ വരികളുടെ വക്താവാണ്. നമ്മൾ പാട്ട് എപ്പോഴും എഴുതുമ്പോൾ മ്യൂസിക് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കണം, ഒരിക്കലും മ്യൂസിക്കിന് വേണ്ടി പാടും. ഇങ്ങനെ ഒരു കമ്പോസർ അല്ലെങ്കിൽ ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു ആർട്ടിസ്റ്റിലേക്ക് വരുമ്പോൾ, ഒരു ആക്ടറിലേക്ക് വരുമ്പോൾ അവിടെ ആ കാഴ്ചപ്പാട് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയായിരിക്കണം ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ്? അയ്യോ, ആക്ടിങ്ങിനെ കുറിച്ച് പറയാനോ ആക്ടർ എങ്ങനെ ആയിരിക്കണോ എന്നൊക്കെ പറയാൻ ഞാൻ വളർന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ ഇത്തരത്തിൽ തന്നെ പഠിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വെദർ വി കമ്പോസ് അല്ലെങ്കിൽ വരി എഴുതുകയാണെങ്കിലും തിരക്കഥ എഴുതുകയാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഈ നമ്മൾ റിസർച്ച് ചെയ്യുന്ന പോലെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തെറ്റുപറ്റി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ വഴി പോകാൻ പാടില്ല, ഇതായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആക്ടറായി കഴിയുമ്പോൾ എങ്ങനെ ആവണമെന്ന് പലതും ഞാൻ ഇവരിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. എനിക്ക് അറിയില്ല. ഈവൻ ഞാനെന്താ വെച്ചാൽ സെറ്റിനകത്ത് റൈറ്റർ കൂടി ആയതുകൊണ്ട് ഒരു സീൻ അഭിനയിച്ച് ഞാൻ അങ്ങനെ പോകും. അപ്പോൾ എൻ്റെ കൂടെ മേക്കപ്പിൻ്റെ ഇതിനൊക്കെ നിൽക്കുന്ന നമ്മുടെ ചേട്ടന്മാർ അയ്യോ വെയിലത്ത് നിൽക്കരുത്, നമ്മുടെ വെയിലത്ത് നിന്ന് ഞാൻ വെയിലത്ത് നിന്നിട്ടാണ് എനിക്ക് ശീലം. അപ്പോൾ ചിന്നു പറയും നിങ്ങൾ പോയി മനുഷ്യ അവിടെ നിൽക്കല്ലേ എന്ന് പറയും. ഞാൻ നിൽക്കരുത്. എനിക്കറിയില്ല ബേസിക്കലി ആക്ടർ എങ്ങനെയാണ്, അയാൾ എവിടെയാ നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല. പിന്നെ ടച്ചപ്പ് ചെയ്ത് ഫാനും പിടിച്ചോണ്ട് അവരല്ലേ പിന്നാലെ നടക്കേണ്ടത്. പക്ഷെ ഞാൻ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അല്ല, പിന്നീട് അത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ ഫാൻ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ എന്നൊരു ഫാൻ വാങ്ങിപ്പിച്ചു. കാരണം എനിക്കറിയില്ല എന്തൊക്കെ ടൂൾ കിറ്റായിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് ഞാൻ ഒന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഓക്കെ ഇങ്ങനെയാണ് ഇതെന്നുള്ളത്. മറിച്ച് നമ്മളൊരു ആക്ടറോട് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കുന്നില്ലല്ലോ. കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ റാൻഡംലി നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിച്ച് പോകുമായിരിക്കും. ഇതിനകത്ത് നിൽക്കുന്ന പിന്നെ ഒരു ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ നേരത്ത് വന്ന് വെറുതെ അഭിനയിച്ചു പോവല്ല, അടുത്ത ഷോട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് എവിടെയോ കിടപ്പുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. ആക്ച്വലി ഒരു ആക്ടർ ആവുന്നതിന്റെ 50% ഷോട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കത് ശീലമില്ല. ഞാൻ അടുത്ത സീൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഇതിവിടെ വന്നിട്ട് മേക്കപ്പിലെ ചേട്ടന്മാരൊക്കെ കംപ്ലീറ്റ് ചീത്ത വിളിയാണ്, അവിടെ ഇരിക്കും, നിങ്ങൾ എന്താണ് അവിടെ ഇരിക്കാത്തത്? എനിക്കിരുന്ന് ശീലമില്ല. അപ്പോൾ ചിന്നു പറയും ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പിടിച്ചിരുത്തും. എനിക്ക് അവിടെ ഇരുന്നാലും ഇരിപ്പുറക്കില്ല. പിന്നെ ഈ കാത്തിരിപ്പാണ് അടുത്ത ഷോട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പിന്നെ ഡയലോഗുകൾ എനിക്ക് ഓൾമോസ്റ്റ് കാണാം പാടമാണ് ഈ പടത്തിലെ. അപ്പോൾ എഴുതിയ കാരണം അതുകൊണ്ട് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു വല്ലാത്ത പരിപാടിയാണെന്നാണ് മനസ്സിലായത്.
ചിന്നു ചേച്ചിക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഇതേപോലെ തന്നെ ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? സെൽഫ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്ന കാര്യം? ഒരു നല്ല പഠിക്കണേ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ട്രോൾ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഐ മീൻ അങ്ങനെ ലൈക്ക് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഫിലിംസിനകത്ത്, കാരണം എനിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷനൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് ഇപ്പം ചിലപ്പോൾ കരയുന്ന പോലത്തെയോ വിഷമമുള്ള ഒരു സീനായിരിക്കും, പിടിച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചില സിനിമകളിൽ വർക്കാവും. പക്ഷെ ചില സിനിമയിൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഡയലോഗ് മറന്നു, കാരണം നമ്മൾ മൊത്തം ഇനി കരഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിൽ വരും. അപ്പോൾ പിന്നീടാണ് മനസ്സിലാവുന്നത് ഒരു ടൂള്, അത് എല്ലാവർക്കും അങ്ങനെയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടൂള് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും വർക്കായി എന്ന് വരില്ല. ഒരേ പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്കൊരു ഇമോഷനിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ആ സീനിന് വർക്കാവില്ല. അപ്പം അങ്ങനെ പല ടൂൾസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം. അപ്പോൾ എൻ്റെ പ്രോസസ്സ് അതാണ്, കളക്ട് ആസ് മെനി ടൂൾസ് ആസ് ഐ ക്യാൻ ആസ് എൻ ആക്ടർ. അപ്പം നമുക്ക് ഓരോ മൂവിയിലും അതിന് വേണ്ടത് ആ സാഹചര്യത്തിന്, കാരണം പല സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പം സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനായിരിക്കും, നമ്മൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എക്സ്പ്ലോസീവായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സീക്വൻസ് ആയിരിക്കും. അത് ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം 8:45 എന്ന് വെച്ചാൽ ഇനി നമുക്ക് 15 മിനിറ്റ് ഉണ്ട്. ആ 15 മിനിറ്റിൽ ഈ സീൻ അഭിനയിച്ച് തീർത്ത് ഡയറക്ടർ പാക്കപ്പിന് വിളിക്കണം. അപ്പം നമ്മൾ ചിലപ്പോൾ അത്രയും നേരം വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മളെ ഓടിയൊക്കെ ആയിരിക്കും നമ്മൾ ഷോട്ടിന് എത്തുന്നത്. ഷോട്ടിന് എത്തി കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ആ ഇമോഷൻ ഭയങ്കര, അപ്പം അത് പല കാര്യങ്ങൾക്കും നമ്മൾ ഈ ഇമോഷൻ പിടിച്ചിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം സന്ദർഭത്തിനനുസരിച്ച് ഫിഗറിങ് ഔട്ട് ദ റൈറ്റ് ടൂൾസ് എന്നുള്ള. പിന്നെ ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് പീപ്പിൾ വർക്ക്, ചിലവർ ദേ വർക്ക് ഓൺ ദ ബോഡി, സം പീപ്പിൾ വർക്ക് ഓൺ ദ മൈൻഡ്, ഓൾ ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഗെറ്റിംഗ് ടു വാട്ട് യു വാണ്ട് ടു ഗെറ്റ് ടു. ഈ തിയേറ്റർ ചെയ്യുന്നതിന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. എനിക്ക് ഐ ഫീൽ ഞാൻ ആക്ച്വലി ഒരു കഴിഞ്ഞൊരു 6 years ആയിട്ട് എനിക്ക് തിയേറ്ററിൽ അത്ര ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 years മുമ്പാണ് ഞാൻ വീണ്ടും വർക്ക്ഷോപ്സും തിയേറ്ററിലും ഒക്കെ തിരിച്ചു പോയത്. അതിനെ ഒരുപാട് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ആ സമയം മുതലാണ്. ഓക്കെ, രണ്ടുപേരോടും കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മലയാള സിനിമയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കഴിവുള്ളവരെ എപ്പോഴും അംഗീകരിക്കുന്നത്. പക്ഷേ എല്ലാ കഴിവുള്ളവരെയും മലയാള സിനിമ അങ്ങനെ ഫുള്ളി ഒരുപാട് സിനിമയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും പച്ച പിടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. കുറേ അതിനെ കഴിവുള്ള കുറേ പേര് പുറത്ത് നിൽക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലാത്തവർ നിൽക്കുന്നുണ്ട്. ശരിക്കും മലയാള സിനിമയിൽ പച്ച പിടിച്ച് പോലുള്ള ബേസിക് കാര്യങ്ങൾ ഇപ്പം മലയാള സിനിമ എന്നില്ല, നമ്മൾ മലയാള സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയ നമ്മുടെ അഭിപ്രായം? ഇത് തികച്ചും അഭിപ്രായം മാത്രമാണ്, ഇതിന്റെ ഒരു സ്റ്റഡി ട്യൂട്ടോറിയൽ അല്ല. എനിക്ക് തോന്നുന്നത് ഇത് പച്ച പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്ന കാര്യം എനിക്കറിയില്ല എന്താന്ന്. കാരണം എന്നെ സംബന്ധിച്ച് പറയാം, എനിക്ക് വേറൊരു പണി അറിയില്ല. എനിക്ക് ഒരു പണി അറിയില്ല വേറെ. എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുവരുത്തിയാലും എനിക്ക് ഒരു ഓഫീസിൽ പോയിട്ട് ഒരു ബാങ്കിൽ കൊണ്ടുവരുന്നിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം എനിക്കറിയാവുന്ന പണികൾ ചെയ്ത് ജീവിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിവുള്ളവർ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ബോധമാണ് എനിക്ക് എല്ലാ ദിവസവും എന്നെ അലട്ടുന്നത്. ലൈക്ക് ഞാൻ ഇവിടെ ഒന്നുമല്ല, ഒരുപാട് പേര് പുറത്ത്. ഇന്ന് അഭിനയിക്കാൻ എനിക്ക് ഈ അവസരം കിട്ടുമ്പോൾ ഞാൻ ദൈനംദിനം എൻ്റെ മുമ്പിൽ വരുന്ന അഭിനയിക്കാൻ ആഗ്രഹിച്ച് എനിക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്പർ അന്വേഷിച്ചും ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അത് എൻ്റെ ഭാഗ്യം മാത്രമാണ്. അവിടെ ഭാഗ്യത്തിന് വലിയ റോളുണ്ട്. ആ കറക്റ്റ് ടൈമിൽ ഒരാൾക്ക് എന്നെ വെച്ചൊരു സിനിമ ചെയ്യാൻ തോന്നുക, അതിൻ്റെ കഥയുണ്ടാവുക, അത് എന്നിലേക്ക് എത്തുക. അതിപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, കഥ എഴുതുമ്പോൾ ടോട്ടലി വേറൊരു കാര്യം. കാരണം കഥ ഉണ്ടാക്കിയ ആൾ വേണം ഇത് പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടി ആദ്യം നടക്കാൻ. ഒരു ഡയറക്ടറും റൈറ്ററൊക്കെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കാര്യം തോന്നണമെങ്കിൽ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് സംഭവിച്ചാലാണ് ഇതിനൊക്കെ ഒരു തുടക്കമുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ ഇഷ്ടപ്പെടുക, പ്രണയിക്കുക, അതിൻ്റെ പുറകെ തന്നെ നിൽക്കുക. ഏതെങ്കിലും ടൈമിൽ ലോട്ടറി അടിക്കും.
സിനിമയിൽ ലക്കൊരു ഭയങ്കര ഫാക്ടർ വന്നു. ലക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് എങ്ങനെയാ, അത് ലക്ക് മാത്രമാണോ അങ്ങനെ പറയാൻ പറ്റില്ല. ലക്ക് മാത്രമല്ലല്ലോ, ഒരാളുടെ അധ്വാനം അതിനകത്ത് കിടപ്പുണ്ട്. ലക്ക് മാത്രമാണെന്ന് എനിക്ക് പറയാൻ തോന്നില്ല. പക്ഷെ അത് കുറേ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ലൈഫ് ഒരു ഭയങ്കര ഡിസൈൻ വർക്കാണ്. ഇന്നിപ്പോൾ പ്രിയമതയെ ഞാൻ കാണുക എന്നുള്ളത് നമ്മൾ രണ്ടുപേരും ഇന്നലെ വിചാരിച്ച കാര്യമായിരിക്കില്ല, അതവിടെ കറക്റ്റായിട്ട് കാണും. ഇവരൊക്കെ നമ്മൾ കാണുക എന്നുള്ളത് അത് ഭയങ്കര ഡിസൈനാണ്. അപ്പോൾ അവിടെ കറക്റ്റ് സ്പേസിൽ നമ്മൾ എത്തിപ്പെടുക, കറക്റ്റ് ട്രെയിനിൽ കയറുക എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് സംഭവിക്കണം, അത് നമ്മുടെ കയ്യിലല്ല. അതിനെ വേണമെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാം. അഭിപ്രായം ചോദ്യം യെസ് ഇത് അറിയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ നിന്ന്. പക്ഷെ ഐ തിങ്ക് അത് മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും, ഇപ്പൊ ബാങ്കിലാണെങ്കിൽ പോലും എന്ത് ജോലിയിലാണെങ്കിലും, അത് ചിലപ്പം ചിലർ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നതായിരിക്കില്ല. അവർക്ക് കിട്ടി, അവർക്ക് ജോലി വേണം, അതുകൊണ്ട് ബാങ്കിലിരിക്കും. പക്ഷേ താല്പര്യം പാട്ട് പാടാനായിരിക്കും. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും ഓരോരുത്തർ. പിന്നെ കുറേ പേരുടെ സ്വപ്നമാണ് സിനിമയിൽ എത്തുക എന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ എത്തിച്ചേരും. ചിലവരുടെ അധ്വാനമുണ്ട്, ചിലവരുടെ പ്രാർത്ഥനയുണ്ട്, ചിലവരുടെ ഒന്നുമില്ലാത്തപ്പോൾ സിനിമ കയ്യിൽ വരും. ചിലവർ ചുമ്മാ നടന്നു പോകുമ്പം. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലൂടെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിനിമ വരുന്നത്. അപ്പം ആ സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ടോപ്പ് എവർഗ്രീൻ 10 പേരുടെ പേരെടുക്കുക, 10 പേരുടെ ജേർണി എടുത്താലും 10 വ്യത്യസ്ത ജേർണിയാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഇതാണ് ഫോർമുല എന്ന്? എനിക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. അതിനുള്ള കഠിന അധ്വാനത്തിലാണ് കണ്ടുപിടിക്കാൻ. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടൂല. അപ്പോ ഞാൻ ബാക്കി പരിപാടികളെ കുറിച്ച് ചോദിക്കുന്നില്ല, ഇനി അടുത്ത പടം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശേഷം ഇതുപോലെ ഒരുപാട് പേര് പ്രതീക്ഷിച്ച്, ഞാൻ കമന്റ്സ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ ടീച്ചറിലെയാണെങ്കിലും സോങ്സിന്റെ എല്ലാവരിലും ഇരുന്ന കമന്റ്സ് ഞാൻ നോക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചിട്ടല്ല നിങ്ങൾ ഇത് കാണുന്നുണ്ടാവില്ല. അത് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. ആ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വിശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു വിശേഷമായിട്ട് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച പോലെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നുള്ളതിനേക്കാട്ടുപരി ഒരുപാട് സ്നേഹം ഉള്ള സിനിമയാണ്, ഒരുപാട് അഫെക്ഷൻ ഉള്ള സിനിമയാണ്. വളരെ പരിചിതമായ ആൾക്കാരാണ് ഉള്ളത്. നമ്മുടെ ഇടയിലൊരു ആളുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ ഒക്കെ കഥ തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ തിയേറ്ററുകളിൽ പോയി കാണുമ്പോൾ ഒരു ചിരിയോടുകൂടി, ഇപ്പോൾ ടീച്ചറിലും പാട്ടിലൊക്കെ ഉള്ള പോലെ ആ ഒരു ചിരി ഉണ്ടാവുകയും അവസാനം സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും അഭിനയിച്ചതും ഒക്കെ ആയ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സിനിമയാണത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. വിശേഷം ശരിക്കും ഒരു കോമഡി ഫാമിലി ഡ്രാമ ആണ്. അപ്പോൾ അത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്നിരുന്ന് ഒരു 2 മണിക്കൂറോളം സിനിമ കണ്ട് കുറച്ച് ചിരിച്ച് കുറച്ച് ചിന്തിച്ച് ഒരുപാട് സന്തോഷിച്ച് പോകാൻ പറ്റുന്നൊരു സിനിമയാണ്. ഫാമിലി ഓഡിയൻസിനും അതേപോലെ ഈ പറയുന്ന ആർക്കും, കോളേജിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പോലും വന്നിരുന്ന് ഒരു 2 hours ഹാപ്പി ആയിട്ട് കണ്ടിരുന്ന് സന്തോഷിച്ച് പോകാൻ പറ്റുന്നൊരു സിനിമയാണ് വിശേഷം. പിന്നെ അതിനുശേഷം ആൾക്കാർ വന്ന് വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാലുള്ള ഉത്തരവൊക്കെ ചിലപ്പം സിനിമയിൽ നിന്ന് കിട്ടിയെന്നാവാം. അപ്പോൾ റിലീസിനെ കുറിച്ച് കൂടെ പറഞ്ഞു. ജൂലൈ 19 നമ്മുടെ വിശേഷം, ഞങ്ങളുടെ വിശേഷം നിങ്ങളുടെ വിശേഷമായിട്ട് മാറുന്ന ദിവസമാണ്. അത് സന്തോഷത്തോടുകൂടി, ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ആ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആ സ്നേഹം തിരിച്ചു തരുന്നത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത്രയും പറയാനുള്ളൂ. തിയേറ്ററിൽ പോയി കാണണം, എല്ലാവരും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കണം ഞങ്ങളെയൊക്കെ. ഓക്കെ, അപ്പോൾ വിശേഷം മലയാളക്കാരെയും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശേഷമായി മാറട്ടെ എന്നുള്ളതിന് ഞാൻ പിശിക്കില്ലാണ്ട് പൊന്നാവട്ടെ. അപ്പൊ ഇനിയും ഇതിന്റെ സക്സസ്ഫുൾ ബാക്കിയായിട്ടും അല്ലെങ്കിൽ പുതിയ സിനിമകളുടെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം സംസാരിച്ചു എല്ലാവരോടും. താങ്ക് യു.